السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികൾ, നമ്മൾ ഈ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് അൽ-ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ-അർബഊന അൻ-നവവിയ്യ എന്ന പേരിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ പൂർത്തിയാക്കിയത് ആദ്യത്തെ 2 ഹദീസുകൾ. നിയത്തുമായി ബന്ധപ്പെട്ട ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഹദീസായിരുന്നു ഒന്നാമത്തേത്. അതുപോലെ തന്നെ ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെട്ട ഹദീസാണ് രണ്ടാമത്തെ ഹദീസായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഈ രണ്ടാമത്തെ ഹദീസ് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഉമ്മുസുന്ന, സുന്നത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വളരെ മഹത്തരമായ ഹദീസാണ്. ഈ 2 ഹദീസുകളും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളുടെ 3ാമത്തെ ഹദീസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ അർബഊന അൻ-നവവിയ്യ എന്ന ഗ്രന്ഥത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത് ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് തന്നെ അവിടുന്ന് പറഞ്ഞതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട്. അഥവാ കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ സംസാരിക്കുക എന്ന കാര്യം. കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ. അപ്പൊ ആ ഹദീസുകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ ഹദീസുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളാണ് അൽ-ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് ഈ അൽ-അർബഊനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അർബഊന അൻ-നവവിയിലെ 42 ഹദീസുകൾ അത് വിശദീകരണ സഹിതം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പാണ്ഡിത്യം ഒരാൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാകുമെന്നല്ല. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒരു സ്ഥലത്ത് അൽ-അർബഊനിന്റെ ദൗറ നടത്തി പോന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ സാധാരണക്കാരൻ ഷെയ്ഖിനോട് പറയാണ്, എനിക്കിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു പാണ്ഡിത്യം കിട്ടിയതുപോലെ തോന്നുകയാണ്. ആളുകൾ ഏതൊരു വിഷയം ചോദിക്കുമ്പോഴും എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനം എനിക്ക് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അവർ ഹിഫ്ളോട് കൂടിയാണ് ആ ദൗറ പൂർത്തിയാക്കിയത്. ഏതൊരു കാര്യം ചോദിക്കുമ്പോഴും ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച്, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച്, നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് അടിസ്ഥാനം, ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത ഹദീസ് വരുന്നുണ്ട്. അങ്ങനെ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അടിസ്ഥാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വലിയ വിശദീകരണം ഓരോ ഹദീസുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ പഠിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന് വലിയൊരു പാണ്ഡിത്യം, ഒരുപാട് അറിവുകൾ ലഭിച്ചതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞത് ഷെയ്ഖ് പിന്നീട് പറയുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടതും എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഹദീസുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കിതാബിലുള്ളത്.
അതുകൊണ്ട് ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് ഈ ഒരു ക്ലാസ്സിനെ മാത്രം നിങ്ങൾ അവലംബിക്കേണ്ടതില്ല. കാരണം നമ്മുടെ സമയക്കുറവും മറ്റുമൊക്കെ കാരണം നമ്മൾ മാസത്തിൽ ഒരൊറ്റ ദിവസമാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതല്ലാതെ തന്നെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഓൺലൈനായും മറ്റുമൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ മലയാളത്തിൽ തന്നെ ഈ ഹദീസുകളുടെ വിശദീകരണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇതൊരു പഠിക്കാൻ വേണ്ടി മാറിയിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് പ്രത്യേക സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ തന്നെ വീഡിയോ ക്ലാസ്സുകൾ തന്നെ ഉണ്ട്. നവവിയുടേത് ഒരുപാട് ആളുകൾ എടുത്തതുണ്ട്. അത് കേൾക്കുക, എന്നിട്ട് നന്നായി ഹദീസുകൾ ഹിഫ്ലാക്കാൻ സാധിക്കുന്ന ആളുകൾ ഹിഫ്ലാക്കുക. ആ വിശദീകരണങ്ങളൊക്കെ പരമാവധി എഴുതിയെടുക്കുക. എന്നിട്ട് അതെപ്പോഴും പഠിക്കുകയും മുറാജ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമുള്ള കാര്യമായിരിക്കും എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ഹദീസ് നമുക്ക് വായിക്കാം. عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان رواه البخاري ومسلم. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ്. അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബു അബ്ദുറഹ്മാൻ എന്നുള്ളത്. അൽ ഹാഫിളു നവവി അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഏതൊരു സഹാബിയുടെയും ഒന്നാമത്തെ ഹദീസ് കൊണ്ടുവരുന്ന സമയത്ത് ആ സഹാബിയുടെ കുനിയത്ത് ഉൾപ്പെടെ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും അനമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ഹദീസ് ഉമറിൻ്റെത് തന്നെ ആയപ്പോൾ അദ്ദേഹം അൻ ഉമർ ഐളൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വീണ്ടും കുനിയത്ത് കൊടുത്തിട്ടില്ല. ഈ മൂന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ആദ്യത്തെ ഹദീസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുനിയത്ത് അത് കൊടുത്തത് കാണാൻ സാധിക്കും. കുനിയത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞതാണ്. തൻ്റെ മകന്റെയോ മകളുടെയോ ഒക്കെ പേരിലേക്ക് ചേർത്തി വിളിക്കുന്നതിനാണ് കുനിയത്ത് എന്ന് പറയുന്നത്. അത് അറബികൾക്കിടയിൽ ഇന്നും വളരെയധികം പ്രസിദ്ധിയോടുകൂടി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരാളെ കുനിയത്തിൽ ചേർത്തി വിളിക്കുക എന്നുള്ളത് അവർ വളരെ ബഹുമാനത്തോടൊക്കെ വിളിക്കുന്നതായി കാണാറുണ്ട്. കുനിയത്തിലേക്ക് ചേർത്തി വിളിക്കുക എന്നുള്ളത് വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്. അത് ആൺകുട്ടികളിലേക്കും ചേർത്തി പറയാവുന്നതാണ്, പെൺകുട്ടികളിലേക്കും ചേർത്തി പറയാവുന്നതാണ്. രണ്ടും അനുവദനീയമാണ്. സഹാബികളിൽ ചിലർ തൻ്റെ പെൺമക്കളിലേക്കും ചേർത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി ഒന്നും വേണ്ട, ആണോ പെണ്ണോ ഒന്നുമില്ല, അതല്ലാത്ത ചില അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ പെറ്റായിട്ടുള്ള ഒരു മൃഗത്തിന്റെ പേരിലേക്ക് ചേർത്തിയത് നിങ്ങൾക്കറിയാം. മഹാനായ സഹാബി അബു ഹുറൈറ, അദ്ദേഹത്തിന്റെ കുനിയത്ത് ഹുറൈറ എന്ന് പറഞ്ഞാൽ കുട്ടി പൂച്ചക്ക് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പൂച്ചയുമായി ഒരുപാട് കളിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം എപ്പോഴും പൂച്ചയുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു ഹുറൈറ എന്നാണ് പേര്. അങ്ങനെയും പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കാം. കുട്ടികളിലേക്ക് മാത്രം ചേർത്തി പറയണമെന്നില്ല. കുട്ടിയില്ലാത്ത ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാം, കുനിയത്ത് സ്വീകരിക്കാം. എന്നിട്ട് ഇനി ഭാവിയിൽ ഏത് കുട്ടിയാണ് ഉണ്ടാവുക, അപ്പൊ കുട്ടിക്ക് എന്താണ് പേരിടാൻ, അപ്പൊ അങ്ങനെ ഒരു പേരൊക്കെ അതിന് സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ശരി, എന്താണ് ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നത്? ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ സമിഅ്തു എന്നുള്ള പ്രയോഗം ഒന്നാമത്തെ ഹദീസിലും വന്നിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തും അവിടെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്നാണ് പറയുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് സഹാബിമാർ അല്ലെങ്കിൽ അതിനിടയിലുള്ള റാവിമാരൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ പറയും. സമിഅ്തു അല്ലെങ്കിൽ ഹദ്ദസനി, ഖാല അഖ്ബറനി, ഈ രൂപത്തിലൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നതിന്റെ വ്യത്യസ്ത സീഗകളാണ്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സീഗയാണ്, അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഒരു സീഗയാണ് ഒരാൾ സമിഅ്തു എന്ന് പറയുന്നത്. കാരണം സമിഅ്തു എന്ന് പറഞ്ഞാൽ അയാൾ എൻ്റെ ചെവി കൊണ്ട് നേർക്ക് നേരെ കേട്ടിട്ടുണ്ട് എന്ന് തന്നെ വളരെ വ്യക്തം. അപ്പൊ നേർക്ക് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെവി കൊണ്ട് തന്നെ കേട്ടിട്ടുണ്ട്. അതല്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ മറ്റൊരാൾ അറിയിച്ചതൊക്കെ ആകാം, മറ്റൊരാൾ അറിയിച്ച് അങ്ങനെ വിവരം കിട്ടിയതുമൊക്കെ ആകാം. പക്ഷെ ഇവിടെ നേർക്ക് നേരെ അതേ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് കേട്ടിട്ടുണ്ട് എന്നറിയിക്കുന്ന ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഒരു സീഗയാണ്, ഒരു
രീതിയാണ് ഒരാൾ സമിഅ്തു ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയുക എന്നുള്ളത്. അപ്പൊ ആ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഹദീസ് വായിക്കുന്നതിന് ഒരു ഫായിദയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഹദീസ് വായനയിൽ നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹദീസുകൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ സ്വലാത്ത് പറയും. മൻ സല്ല അലയ്യ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹ അശറ, ആരെങ്കിലും ഒരു സ്വലാത്ത് എനിക്ക് വേണ്ടി ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലും. അല്ലാഹു തആല അവന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഈ വ്യക്തിയെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ് സലാത്ത് എന്ന് പറയുന്നത്. അതൊരു ഫായിദയാണ്. ഹദീസുകൾ വായിക്കുമ്പോഴുള്ള ഒരുപാട് ഫായിദകളിൽ ഒന്നാണത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഈ 2 കാര്യങ്ങൾക്ക് ഒരാൾ സത്യസാക്ഷ്യം വഹിക്കുക, ഷഹാദത്ത് വഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വ ഇഖാമിസ് സലാ, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം വ ഈതാഇസ് സക്കാ, സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം വ ഹജ്ജിൽ ബൈത്ത്, ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം വ സൗമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തൊട്ടു മുമ്പുള്ള ഹദീസ് ജിബ്രീലില് അതിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ നിലക്ക് കേട്ട ആളുകൾ ഉണ്ടാകും. അതിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നതാണ് ആ ഹദീസിൽ. അപ്പൊ ആദ്യം തന്നെ വന്ന് ചോദിക്കുന്ന ചോദ്യം യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ മുഹമ്മദ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു തരണം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് സഹാബികളെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം തന്നെ ഇസ്ലാം കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം എന്നാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്, നീ സാക്ഷ്യം വഹിക്കലാണ്. വ തുഖീമസ് സലാ, നീ നിസ്കാരം നിലനിർത്തലാണ്. വ തുഅ്തിയസ് സക്കാ, നീ സക്കാത്ത് കൊടുക്കലാണ്. വ തസൂമ റമളാൻ, നീ റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കലാണ്. വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് വഴി എളുപ്പമായാൽ കഅബയിലേക്ക് പോയി ഹജ്ജ് ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസിൽ, ആ വലിയൊരു ഹദീസിന്റെ ഒരു ഭാഗത്ത് ഈ ഇസ്ലാം കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് രണ്ടാമത്തെ ഹദീസിൽ വന്നു കഴിഞ്ഞിരിക്കെ പിന്നെ എന്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകൾ മാത്രം തിരഞ്ഞെടുത്ത് 40 ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് വീണ്ടും 3ാമത്തെ ഹദീസായി കൊടുത്തിട്ടുള്ളത്? കാരണം അദ്ദേഹത്തിന് വേറൊരു വിഷയം ഉൾക്കൊള്ളിക്കാമായിരുന്നു. അദ്ദേഹം 40 ഹദീസുകൾ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യം 2ാമത്തെ ഹദീസിൽ വന്നു. വായനക്കാർക്ക്, പഠിക്കേണ്ട ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഇസ്ലാം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഈ 2ാമത്തെ ഹദീസിൽ നിന്ന് കിട്ടും. പിന്നെ എന്തിനാണ് വീണ്ടും 3ാമത്തെ ഹദീസിൽ ഇതേ കാര്യം തന്നെ? ഈ ഹദീസിന് വേറൊന്നും വിഷയം വരുന്നില്ല, അഞ്ചു കാര്യങ്ങൾ മാത്രമേ ഈ ഹദീസിൽ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അത് വന്നത് എന്ന് ശാരിഹ്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞ കാര്യം, ഒന്ന്, കഴിഞ്ഞ ഹദീസിൽ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങളേ ഉള്ളൂ, ഇസ്ലാമിൽ ഇതല്ലാത്ത വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ 5 കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ പരിപൂർണമായ ഇസ്ലാം ആചരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിച്ചിരിക്കുന്നു എന്നാലും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് 3ാമത്തെ ഹദീസിൽ കൊടുത്തു, ഇത് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 5 അടിസ്ഥാനങ്ങളാണ്, പഞ്ചസ്തംഭങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. അഥവാ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. അതല്ലാതെ മുഴുവൻ ഇസ്ലാം ഈ പറയുന്ന 5 കാര്യങ്ങളിൽ വരുന്നില്ല, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്, ഒരുപാട് ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, അയൽവാസികളോടുള്ള ബാധ്യതകൾ, മുസ്ലിമീങ്ങളോട് കാണിക്കേണ്ട ബാധ്യതകൾ, ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ വരുന്നുണ്ട്. ഒരുപാട് നന്മകൾ ഇസ്ലാമിൽ ബാക്കിയുണ്ട്. എല്ലാ ഇസ്ലാം കാര്യങ്ങളും ഈ പറയുന്ന 5 വരുന്നില്ല. അപ്പൊ അഖ്ബിർനി അനിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് മുഴുവൻ ഇസ്ലാം കാര്യങ്ങളായിരുന്നില്ല, 3ാമത്തെ ഈ ഹദീസിൽ പറഞ്ഞ കാര്യമാണ്. അഥവാ ഇസ്ലാമിന്റെ 5 അടിസ്ഥാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു ഫിഖ്ഹ്, അങ്ങനെ ഒരു ദീനിലെ ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹ് 3ാമത്, 2ാമത് പറഞ്ഞ അൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് ഉസൂലുൽ ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പ്രധാനപ്പെട്ട 5 വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
മൂന്നാമത് ഈ ഹദീസ് കൊടുത്തത്. അതാണ് ഒരഭിപ്രായം. രണ്ടാമത് പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ 5 കാര്യങ്ങൾ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് മുഖ്തസറായ വളരെ കുറഞ്ഞ ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈ കൊച്ചു ഹദീസ് ഗ്രന്ഥത്തിൽ അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ഈ ഹദീസ് കൊടുത്തത്. കാരണം ഈ 5 കാര്യങ്ങളും നന്നായി പഠിക്കണം. ഈ 5 കാര്യങ്ങൾ എപ്പോഴും ഒരാൾ നന്നായി പഠിച്ചിരിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വീട്ടുകൊടുത്തു കൊടുത്തതാണ്. ഈ പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഹദീസിൽ പറയുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ബുനിയ എന്ന് പറയുന്ന വാക്കിനർത്ഥം പടുത്തുയർത്തപ്പെട്ടു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ്. ബന എന്ന് പറയുന്ന വാക്കിന്റെ രൂപമാണത്. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ് അർത്ഥം. ബുനിയ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടു അല്ലെങ്കിൽ പടുത്തുയർത്തപ്പെട്ടു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പൊതുവെ അത്തരം വാക്കുകൾ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന വസ്തുക്കളെയാണ് പറയാറുള്ളത്. വീട് നിർമ്മിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഫാക്ടറി നിർമ്മിക്കപ്പെട്ടു, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. എന്തിനാണ് നമുക്കതിനെ തൊട്ടറിയാൻ പറ്റാത്തതായ ഇസ്ലാം കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു, അത് കേൾക്കുന്നവർക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ആഴത്തിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുത്തത് എന്നാണ്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് 5 തൂണിന്മേൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നൊരാശയം ഒരാളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അഥവാ ഈ 5 തൂണുകൾ ഒരു കെട്ടിടത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യം ഈ 5 കാര്യങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം പ്രയോഗങ്ങൾ പ്രയോഗിച്ചത് എന്നാണ് പറയുന്നത്. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടു. ആരാണ് പടുത്തുയർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അഥവാ ബനല്ലാഹുൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പടുത്തുയർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദീനിന്റെ ഓരോ നിയമങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ആചാര്യന്മാരോ മനുഷ്യന്മാരോ ഉണ്ടാക്കിയ ആശയങ്ങളൊന്നുമല്ല. ഇപ്പൊ പലരും ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല കുട്ടികളുടെയും പാഠപുസ്തകങ്ങളിൽ പോലും ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് ഇസ്ലാം, ആരാണ് ഇസ്ലാമിന്റെ സ്ഥാപകൻ എന്നിട്ട് മുഹമ്മദ് എന്നൊക്കെ ഉത്തരം കൊടുക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ചില കുട്ടികളൊക്കെ അവരുടെ ചരിത്ര ബുക്കുകളിലൊക്കെ ഹിസ്റ്ററികളിലൊക്കെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ പല റിലീജിയൻ സ്റ്റഡിയൊക്കെ പഠിക്കുമ്പോൾ ബുദ്ധനാണ് ബുദ്ധമതം ഉണ്ടാക്കിയത്, ജൈനനാണ് ജൈനമതം ഉണ്ടാക്കിയത്, അതുപോലെ മുഹമ്മദാണ് ഇസ്ലാം മതം ഉണ്ടാക്കിയത്, അത് ഇത്ര വർഷം മുമ്പാണ് എന്ന രൂപത്തിൽ വളരെ തെറ്റായ ആശയം പറയുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ് പരിശുദ്ധ ദീനായ അൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കളും ഈ ഒരു ദീനിലേക്കാണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഒരു ആശയവും ഇതിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കൾക്കും നൽകിയ വഹീ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നൽകിയിട്ടുള്ളത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയമോ ദർശനമോ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. അഥവാ ബുനിയൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് പടുത്തുയർത്തിയത് എന്ന് മനസ്സിലാക്കണം. ഇനി ഇവിടെ അൽ ഇസ്ലാം എന്ന് പ്രയോഗിക്കുമ്പോൾ എന്താണ് ആ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാം പറഞ്ഞതുപോലെ എല്ലാ പ്രവാചകന്മാരും ഈ ഒരു ഇസ്ലാമിലേക്ക് തന്നെയാണ് ക്ഷണിച്ചത്. ഈ ഇസ്ലാം തന്നെയാണ് എല്ലാവരുടെയും ഇസ്ലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്ലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്ലാം, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാവരുടെയും ഇസ്ലാം ഒരേ ഇസ്ലാമാണ്. പക്ഷേ ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്ന അൽ ഇസ്ലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ബാക്കിയാക്കിയിട്ടുള്ള ഈ ഇസ്ലാമിനെ കുറിച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ഇസ്ലാമിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ഒരാളെ ഇപ്പോൾ മുസ്ലിം എന്ന് പറയുകയില്ല, ആ കാലഘട്ടത്തിൽ പറയുമായിരുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച ഒരാളെ ഇപ്പോൾ മുസ്ലിം എന്ന് പറയുകയില്ല, അവർ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ഒരാള് ശുദ്ധമായ ബൈബിള് അയാളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക, അത് ആളുകൾ കൈകടത്തലുകൾക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ലാത്തൊരു ബൈബിൾ ഒരാളുടെ കയ്യിൽ അയാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അയാൾ അതനുസരിച്ച് കൃത്യമായി അയാൾ ആചരിക്കുകയാണ്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, അയാൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് ഈസാ നബിനോടൊന്നും പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും അയാൾ മുസ്ലിം അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടു കൂടി കഴിഞ്ഞുപോയ എല്ലാ അധ്യാനങ്ങളും എല്ലാ ദീനുകളും അത് കാലഹരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിന്റെ നിയമങ്ങൾ അതാത് കാലത്തേക്ക് മാത്രം ബാക്കി വെച്ചതാണ്.
ഇനി അവരുടെ ബാധ്യത എന്നുള്ളത് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ അവർ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ അംഗീകരിക്കാത്ത ഒരാൾക്കും തന്നെ ഇനി മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. ഇവിടെ ബുനിയൽ ഇസ്ലാമു എന്ന് പറയുന്ന ഇസ്ലാം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് പൂർത്തിയാക്കിയ മതമായ ഇസ്ലാമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് പറയുന്നത്, കാരണം ഇങ്ങനെയൊക്കെ ഉള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അഥവാ എല്ലാ ആളുകൾക്കും കൂടി ഒരൊറ്റ ഇത് വേണം, ഒരു ചർച്ച് പോലെ, അല്ലെങ്കിൽ ഒരൊറ്റ ആരാധന കേന്ദ്രങ്ങൾ വേണം, നമ്മളെല്ലാം ഒരേ ആളുകളാണ്, യഹൂദരും നസ്രാണികളും മുസ്ലിമീങ്ങളും ഒന്നും ഇങ്ങനെ ഭിന്നിച്ച് കഴിയേണ്ടവരല്ല, ഞങ്ങളെല്ലാം ഒരൊറ്റ ഇലാഹിന്റെ ആളുകളാണ് എന്ന് പറയുന്ന എല്ലാവരും മുസ്ലിം ആകുമെന്നല്ല, അവരവരുടെ ആശയങ്ങൾ, നസ്രാണികളുടെ ആശയങ്ങൾ, മുസ്ലിമീങ്ങളുടെ ആശയങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടി ഒരൊറ്റ ആരാധന കേന്ദ്രം വേണം എന്ന് പറഞ്ഞ് എല്ലാ ദീനിനെയും ഒന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കുക. അവരൊന്നും ഇപ്പോൾ മുസ്ലിമീങ്ങളായി പരിഗണിക്കുകയില്ല. അങ്ങനെ നസ്രാണികളെ അവർ കാഫിറുകളല്ല എന്ന് വരെ പറയുന്ന വഴിപേച്ച ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ല, അവരെല്ലാവരും ഇപ്പോൾ കാഫിറുകൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത ഒരാൾക്കും മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കേണ്ടതുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞതുപോലെ ഒരു കെട്ടിടത്തിന്റെ തൂണുകൾ പോലെയാണ്. ഒരു കെട്ടിടത്തിന്റെ തൂണുകളിൽ അത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ കെട്ടിടം ഒന്നുകിൽ പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ കെട്ടിടത്തിന് വലിയ തോതിൽ ബലക്ഷയമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ 5 കാര്യങ്ങൾ. ഇതിൽ ചില തൂണുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വലിച്ചാൽ, അത് പോയാൽ കെട്ടിടം പൊടുന്നങ്ങനെ പൊളിഞ്ഞു പോകുന്നതായിരിക്കും. എന്നാൽ ചില തൂണുകൾ അത് വലിച്ചു മാറ്റിയാൽ കെട്ടിടം പൊളിയുകയില്ല, പക്ഷേ പൊളിയാറാകുന്ന രൂപത്തിലേക്ക് അതിൽ ഏറ്റവും വലിയ ദുർബലത ഉണ്ടാകുന്ന കാര്യമാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒന്നാമത്തെ കാര്യം ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തൂണെന്ന് പറയുന്നത്. ഈ തൂണ് ഒരാൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ, ഈ തൂണ് ഒരാൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ ഇസ്ലാമില്ല, അവന്റെ ഇസ്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇസ്ലാമിലേക്ക് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കാര്യത്തിന് കോട്ടം വരുന്ന, അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇസ്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. അതിന് പിന്നീട് ബാക്കി 4 കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടായിട്ടും ഇസ്ലാമിലെ മറ്റു കാര്യങ്ങളെല്ലാം അവൻ ആചരിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, അവൻ ഇസ്ലാം പൊളിഞ്ഞു പോയിരിക്കുകയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യമായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്ഥിതിയും അതാണ്. അവൻ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അതിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു നിസ്കാരം അത് മടി കൊണ്ട് ഉപേക്ഷിച്ചാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ പുറത്തു പോവുകയില്ല. എന്നാൽ നിസ്കാരത്തിന്റെ വുജൂബ്, നിസ്കാരം ഒരു നിർബന്ധ ബാധ്യതയാണ് എന്ന കാര്യത്തെ ഒരാൾ നിഷേധിച്ചാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അത് ഇജ്മാ ഉള്ള ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ഒരാൾ പറയണം നിസ്കാരം വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം, അല്ലാത്തവർ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് ഇവന്റെ വിശ്വാസം. എന്നിട്ട് അവൻ വല്ലപ്പോഴും നിസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും വിചാരിക്കുക, എങ്കിലും അവൻ മുസ്ലിം ആവുകയില്ല. കാരണം നിസ്കാരം നിർബന്ധമാണ്, അത് 5 നേരം നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ മുസ്ലിം അല്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം 3 നേരം നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന, പിന്നീട് നിസ്കാരം പാടെ ഉപേക്ഷിച്ചിരുന്ന ചേകന്നൂരികൾ എന്ന് പറയുന്ന വിഭാഗം, അവർ കാഫറുകളാണ്. ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും അവർക്കില്ല. കാഫറുകളായ ഒരു വിഭാഗമാണ് ഈ ചേകന്നൂരികൾ. അഹ്ലുൽ ഖുർആൻ എന്നുള്ള പേരിൽ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഭാഗത്തിന് യാതൊരു സ്ഥാനവുമില്ല. കാരണം അവർ എന്തു പറഞ്ഞിരിക്കുന്നു? ആദ്യം നിസ്കാരം അത് 3 നേരം മതി, നിസ്കാരം 5 നേരം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ ദീനിൽ നിന്ന് പുറത്തു പോയതാണ്. അതുപോലെ തന്നെ സുന്നത്തിനൊക്കെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്ത ആളുകളാണ്. ഹദീസുകളെ തള്ളിയിട്ട് ഖുർആൻ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. നമ്മൾ പറഞ്ഞത് 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കാത്ത ഒരാൾ മുസ്ലിം ആവുകയില്ല, അത് നിർബന്ധ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ദീനുൽ ഇസ്ലാമിൽ പുറത്തു പോയിരിക്കുന്നു. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഒരാൾ മടി കൊണ്ട് ഉപേക്ഷിച്ചാൽ പോലും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള കാര്യമാണ്. മടി കൊണ്ട് ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതിൽ പിന്നീട് പണ്ഡിതന്മാർ എത്ര നിസ്കാരം ഉപേക്ഷിക്കേണ്ടതുണ്ട്, ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ മതിയോ, അതല്ല ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരം ഉപേക്ഷിച്ചാലാണോ, അതല്ല ഒരാഴ്ചത്തെ നിസ്കാരം ഉപേക്ഷിച്ചാലാണോ എന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് മനഃപൂർവ്വം ഒരാൾ ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ പോലും അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളതാണ്. അപ്പൊ അത്രയും ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് സഹാബികൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു കർമ്മം അത് ഉപേക്ഷിച്ചാൽ കുഫറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം അത് നിസ്കാരത്തിന്റെ കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, ഞങ്ങൾക്കും അഥവാ മുസ്ലിമീങ്ങൾക്കും, കുഫാറുകളെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, അവർക്കും ഇടയിലുള്ള കരാർ എന്ന് പറയുന്നത്, അവർക്കിടയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യം, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മളൊരു വലിയൊരു വിശദീകരണം ഈ ഒരു ഹദീസിൽ നൽകുന്നില്ല. കാരണം കഴിഞ്ഞ ഹദീസിൽ നമ്മൾ വളരെ വിശദീകരിച്ചിട്ട് ഹദീസ് ജിബ്രീലിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില ഫായിദകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഈ ഹദീസിൽ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് സൗമു റമളാൻ പറയുന്നത്. ഈ ഹദീസ് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ കഴിഞ്ഞിട്ട് വഹജ്ജിൽ ബൈത്തി, അതിനുശേഷമാണ് വസൗമി റമളാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആദ്യം ഹജ്ജും പിന്നീട് റമളാൻ മാസത്തിലെ നോമ്പും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൊട്ടു മുമ്പത്തെ ഹദീസിൽ നമ്മൾ കണ്ടത് നേരെ തിരിച്ചാണ്. റമളാൻ മാസത്തെ നോമ്പ് കഴിഞ്ഞിട്ടാണ് വഹജ്ജിൽ ബൈത്തി ഇൻ ഇസ്തതഅത ഇലൈഹി സബീല എന്ന് പറയുന്നത്. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് രൂപത്തിൽ വന്നിട്ടുള്ളത്? ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്നെ റളിയല്ലാഹു അൻഹു ഒരു വ്യക്തി ഈ രൂപത്തിൽ തിരിച്ചു പറഞ്ഞപ്പോൾ, ആദ്യം ഹജ്ജും പിന്നീട് നോമ്പും എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എതിർത്തുകൊണ്ട് ആദ്യം നോമ്പും പിന്നീട് ഹജ്ജും എന്ന് ഇദ്ദേഹം തന്നെ ഉദ്ധരിച്ചതും കാണാൻ സാധിക്കും. ഇദ്ദേഹം തന്നെ ഒരു വ്യക്തിയെ തിരുത്തിക്കൊണ്ട് ആദ്യം നോമ്പും ആദ്യം ഹജ്ജും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്നെ ആദ്യം ഹജ്ജും പിന്നീട് നോമ്പുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അങ്ങനെ വരാൻ കാരണം? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അത് ഹദീസിന്റെ ശേഷം വരുന്ന നിവേദകരിൽ ആരെങ്കിലുമൊക്കെ മാറ്റി പറഞ്ഞതായിരിക്കാം. കാരണം അറബി ഭാഷയിൽ വാവിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തർത്തീബ് ഉദ്ദേശിക്കുന്നില്ല. അതായത് ഒരാള് പറയാണ് ജാ മുഹമ്മദുൻ വസെയ്ദുൻ, മുഹമ്മദ് വന്നു, സെയ്ദ് വന്നു, ഒപ്പം സെയ്ദ് എന്ന് പറയുന്നത് അത് ആദ്യം മുഹമ്മദ് വന്ന് കയറിയിട്ടാണ് പിന്നെയാണ് സെയ്ദ് വന്നത് എന്ന് ഭാഷയുടെ നിയമപ്രകാരമില്ല. സെയ്ദ് ആദ്യം വന്നു പിന്നീട് മുഹമ്മദ് വന്നാലും ഒരാൾക്ക് പറയുമ്പോൾ ആദ്യം മുഹമ്മദിന്റെ പേര് പറയണം ഉദ്ദേശിച്ച ജാ മുഹമ്മദുൻ വസെയ്ദുൻ എന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമായി ശരിയാണ്. അതുകൊണ്ട് തന്നെ റാവിമാരാരെങ്കിലും ഒക്കെ അങ്ങനെ മാറ്റിയതായിരിക്കാം. അതാണ് ഒരു കാരണമായി പറഞ്ഞിട്ടുള്ളത്. ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രണ്ട് രൂപത്തിലും ഹദീസ് കേൾക്കുകയും അദ്ദേഹം തന്നെ അത് രണ്ട് രൂപത്തിലും അത് പറയുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവിടെ വേറൊരു വിഷയം വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ മറ്റൊരു സഹാബി ആദ്യം ഹജ്ജും പിന്നെ നോമ്പും പറഞ്ഞപ്പോൾ എന്തിനാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ എതിർത്തിട്ട് ആദ്യം നോമ്പും പിന്നെ ഹജ്ജും എന്ന് മാറ്റി പറഞ്ഞത്? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു വേള അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്ന സമയത്ത് ഇബ്നു ഉമറിന് ആ നിലക്കുള്ള റിവായത്ത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. അത് ആദ്യം നോമ്പും പിന്നെ ഹജ്ജും പറയുന്ന രീതി. പിന്നീട് ആദ്യം ഹജ്ജും പിന്നെ നോമ്പും പറയുന്ന ഈ ഒരു ഹദീസ് കിട്ടിയപ്പോഴാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അത് ആ രൂപത്തിൽ ഉദ്ധരിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് നബി സല്ലല്ലാഹു ഇനി ഇവിടെ വേറൊരു ചോദ്യം പറയാനുള്ളത്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ആദ്യം ഹജ്ജും പിന്നീട് നോമ്പും പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അവിടെ പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തർത്തീബിനനുസരിച്ച് ആദ്യം ഏതാണ് ദീനിൽ വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ തൗഹീദിന് ശേഷം ആദ്യം വന്ന കർമ്മം നിസ്കാരാണ്, പിന്നെ സക്കാത്താണ് ദീനുൽ ഇസ്ലാം നിർബന്ധമാക്കിയത്, പിന്നെ ഹജ്ജ്, പിന്നെ റമളാൻ മാസത്തിൽ നോമ്പാണ് നിർബന്ധമാക്കിയത്, പിന്നെ ഹജ്ജാണ് നിർബന്ധമാക്കിയത്. ഈ നിലക്കാണ് ആദ്യത്തെ ഹദീസിൽ വന്നത്. രണ്ട് രൂപത്തിൽ വന്നല്ലോ. കഴിഞ്ഞ ഹദീസിൽ വന്നത് ആ തർത്തീബിനനുസരിച്ചിട്ടാണ്. അവസാനം ഹജ്ജ് പറയുന്ന ഹദീസിൽ വരുന്നത് ഹജ്ജാണ് അവസാനം നിർബന്ധമാക്കിയത് എന്ന നിലക്കാണ്. എന്നാൽ ഈ ഹദീസിൽ റമളാൻ മാസത്തെ അവസാനത്തേക്ക് പിന്തിപ്പിച്ചത് സഹോദരങ്ങളെ, അത് പറയാനുള്ള കാരണമായി അവർ പറയുന്നത് അത് ഏറ്റവും ഓരോ രീതിയിലുള്ള അമലുകളുടെയും ആദ്യത്തേത് പറയലാണ്. അപ്പോൾ വിശ്വാസമായി ബന്ധപ്പെട്ടത് ആദ്യം പറഞ്ഞു, പിന്നെ ശരീരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ആദ്യം പറഞ്ഞു, സാമ്പത്തികമായിട്ട് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലായ സക്കാത്ത് പിന്നീട് പറഞ്ഞു, പിന്നീട് സമ്പത്തും അതോടൊപ്പം തന്നെ ശാരീരികമായ കഴിവും വേണ്ട രണ്ടും കൂടി ഒരുമിപ്പിച്ച കാര്യം ഹജ്ജ്, അത് പിന്നെയും പറഞ്ഞു. പിന്നെ വരുന്ന നോമ്പ്, അത് ശാരീരികമായി ചെയ്യേണ്ട അമലാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം നിസ്കാരം പറഞ്ഞത്, പിന്നെ എല്ലാം തർത്തീബ് പറഞ്ഞതിന് ശേഷം പിന്നീട് നോമ്പിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് സഹോദരങ്ങളെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇതിലെ ഓരോ കാര്യം വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ
നമ്മൾ വളരെ വിശദീകരണത്തോടു കൂടി പഠിക്കേണ്ട കാര്യമാണ്. ഹദീസ് ജിബ്രീൽ സാമാന്യ രീതിയിൽ നമ്മളത് പല ക്ലാസ്സുകളിലായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അത് പഠിക്കുക തന്നെ വേണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഒരു തടിച്ചൊരു പുസ്തകത്തിൽ വിശദീകരിച്ചാൽ പോലും തീരാത്ത കാര്യമാണ്. കാരണം ഇതിന്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് എത്രത്തോളം നമുക്ക് വിശദീകരിക്കാനുണ്ട്, അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ റുക്നുകളെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ ഷർത്തുകളെ കുറിച്ച്, നിബന്ധനകളെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് സഹോദരങ്ങൾ ഒരുപാട് പഠിക്കാനതുണ്ട്. ഇനി നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ആ നിസ്കാരം ശരിയാകാനുള്ള അതിന്റെ നിബന്ധനകളെ കുറിച്ച്, അതിന്റെ അർക്കാനുകളെ കുറിച്ച്, വാജിബാത്തുകളെ കുറിച്ച്, നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പഠിക്കാനുണ്ട്. ഇനി സക്കാത്തിന്റെ വിഷയം എടുത്താൽ, സാമ്പത്തികം എപ്പോഴാണ് സക്കാത്ത് വരുന്നത്, ഏതൊക്കെ ഇനങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഒരുപാട് വിഷയങ്ങൾ അത് പഠിക്കാനുണ്ട്. ഹജ്ജിന്റെ വിഷയം അങ്ങനെ തന്നെ, റമളാൻ മാസത്തിലെ നോമ്പിന്റെ വിഷയവും സഹോദരങ്ങളെ ഓരോന്നും വിശദീകരണത്തോടുകൂടി ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. അത് പണ്ഡിതന്മാർ വോള്യങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന്റെ ഏറ്റവും പ്രധാന അടിസ്ഥാനങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് തിരിച്ചറിയുക മാത്രമാണ് ഈ ചെറിയൊരു മജ്‌ലിസിൽ ചെയ്തത് എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ ഹദീസിലേക്ക് പോകാം. عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق إن أحدكم يجمع خلقه في بطن أمه 40 يوما نطفة ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح ويؤمر بأربع كلمات بكتب رزقه وأجله وعمله وشقي أم سعيد فوالله الذي لا إله غيره إن أحدكم ليعمل بعمل أهل الجنة حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل النار فيدخلها وإن أحدكم ليعمل بعمل أهل النار حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل الجنة فيدخلها رواه البخاري ومسلم. നാലാമത്തെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് സഹോദരങ്ങളെ ഉദ്ധരിക്കുന്നത് മഹാനായ വളരെയധികം ശ്രേഷ്ഠതയുള്ള സഹാബി അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമാൻ. ഇബ്നു മസ്ഊദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബു അബ്ദുറഹ്മാൻ എന്ന കുനിയത്തുള്ള അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് സഹോദരങ്ങളെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, വഹുവ സാദിഖുൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാദിഖാണ്, അദ്ദേഹം സത്യസന്ധനാണ്. വൽ മസ്ദൂഖാണ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തപ്പെട്ടവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് സത്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. ഇന്ന അഹദകും, നിങ്ങളിൽ ഓരോരുത്തരും, യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ് അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ഫീ ബത്നി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ്. 40 യൗമൻ നുത്ഫ, 40 ദിവസം അവന് ബീജഗണമായിട്ടാണ് ഉണ്ടായിരുന്നത്. തുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, പിന്നീട് അത്രകാലം തന്നെയും രക്തപിണ്ഡമായും. തുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക്, പിന്നീട് അത്രകാലം മാംസപിണ്ഡമായും കഴിയും. തുമ്മ യുർസലു ഇലൈഹിൽ മലക്, പിന്നീട് ആ ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയക്കും. ഫയൻഫുഖു ഫീഹി റൂഹ്, അങ്ങനെ ആ മലക്ക് അല്ലാഹുവിന്റെ അനുമതിയാൽ റൂഹിനെ ഊതുന്നതാണ്. വയുഅ്മറു ബിഅർബഇ കലിമാത്ത്, 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മലക്ക് കൽപ്പിക്കപ്പെടുകയാണ്. ബികത്ബി റിസ്ഖിഹി, ആ കുട്ടിയുടെ ഉപജീവനം, വഅജലിഹി, അവൻ എത്ര ആയുസ്സുണ്ട്, വഅമലിഹി, അവന്റെ കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കും, വശഖീൻ അം സഈദ്, സൗഭാഗ്യവാനാണോ ഈ കുട്ടി, അതല്ല ദൗർഭാഗ്യവാനാണോ. ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവാണ് സത്യം, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഓരോരുത്തരും, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അവൻ ജീവിതകാലം സ്വർഗ്ഗക്കാരുടെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, അവസാനം സ്വർഗത്തിലേക്ക് എത്താൻ അവനും സ്വർഗവുമായി ഒരു മുഴത്തിന്റെ അത്രയും ബാക്കി മാത്രം നിലനിൽക്കുമ്പോൾ, ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ കിതാബിൽ എഴുതപ്പെട്ട കാര്യം അവനെ മുൻകടക്കുകയും, വയഅമലു ബിഅമലി അഹ്ലിന്നാർ, അവൻ നരകക്കാരന്റെ പണിയെടുക്കുകയും, ഫയദ്ഖുലുഹ, ആ നരകക്കാരനായി തീരുകയും പ്രവേശിക്കുകയും ചെയ്യും. വഇന്ന അഹദകും, അതുപോലെ നിങ്ങൾ ചിലരുണ്ട്,
ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, അവർ നരകക്കാരുടെ പണിയായിരിക്കും ജീവിതകാലത്ത് എടുക്കുക. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, അവനും നരകത്തിനും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ കിതാബിൽ എഴുതിയ കാര്യം അവന് മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, പിന്നീട് അവൻ സ്വർഗ്ഗക്കാരുടെ പണി അവസാന കാലത്ത് എടുക്കും. ഫയദ്ഖുലുഹ, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം എന്നൊരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനത്തിലാണ്. അവസാനം നന്നാക്കാതെ ആദ്യം നന്നാക്കി അതിനിടയിലൊക്കെ നന്നാക്കി കാര്യമില്ല എന്ന് അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ കാര്യം പറയുന്നതിന് മുന്നോടിയായി സ്വഹാബികളോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ അത് കേൾക്കാത്ത ആളുകളോട് പറയാണ്, വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വാദിഖാൻ, സത്യസന്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല, ഒരു കളവ് പോലും തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരുടെ സാക്ഷ്യമല്ല, മറിച്ച് മക്കയിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുവായി കണ്ടിരുന്ന മുശ്രിക്കുകളുടെ സാക്ഷ്യമാണ്. അവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സാദിഖാണ്, അമീനാണ്, സത്യസന്ധനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ വലിയ സാക്ഷ്യം ആവശ്യമില്ല. അതിനേക്കാൾ പിന്നീട് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ വന്നിട്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇകഴ്ത്തി പറയുകയാണെങ്കിൽ എത്ര വലിയ വിഡ്ഢികളാണ്. കാരണം അന്നുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തക്കം പാർത്തിരുന്ന, ഒരു അവസരം കിട്ടിയാൽ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കള്ളനാണെന്ന് പറയാൻ, കളവ് പറയുന്നവനാണെന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവർ പറഞ്ഞാൽ ആളുകൾ തെളിവ് ചോദിക്കും, ഇവർക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കുകയില്ല, കളവ് പറഞ്ഞൊരു സന്ദർഭം കാണിക്കാൻ സാധിക്കുകയില്ല, ഇവർ വഷളായി പോകും. അതുകൊണ്ട് വഷളാകുന്ന പരിപാടികൾ അറബികൾ എടുക്കുകയില്ല. അവർക്ക് നാണക്കേട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ആരും അത് പറഞ്ഞിട്ടില്ല, അത് ആരോപിച്ചിട്ടില്ല. കളവ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ആരോപിച്ചിട്ടില്ല. മാരണക്കാരനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ആരോപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കളവ് പറഞ്ഞു എന്നുള്ളത് സഹോദരങ്ങൾ ഒരിക്കലും അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെയുള്ള ഒരു സന്ദർഭം, അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ജാഹിലിയത്തിലോ പറയാൻ പറ്റിയിട്ടില്ല. ഇനി നുബുവത്തിന് ശേഷമുള്ള 23 വർഷ കാലഘട്ടങ്ങളിലോ അവർക്കൊരു സന്ദർഭം പോലും ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. ഫസ്വാദിഖാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്. അതുപോലെ തന്നെ അൽ മസ്ദൂഖാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ ആളുകളും സഹാബികളും എല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം അസ്സാദിഖുൽ മസ്ദൂഖ്. എന്താണ് പതിവിന് വിപരീതമായി അല്ലെങ്കിൽ പതിവില്ലാത്ത രൂപത്തിൽ ഹദീസ് പറയുമ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വകയായി അസ്സാദിഖുൽ മസ്ദൂഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണം പറഞ്ഞത്? കാരണം ശേഷം പറയുന്നത് സഹാബികൾക്ക് ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ബുദ്ധിക്ക് പോലും യോജിക്കാൻ പറ്റാത്ത രൂപത്തിൽ മനുഷ്യ ശരീരത്തിൽ ഗർഭപാത്രത്തിൽ നടക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അതെല്ലാം ശാസ്ത്രീയമായി കണ്ടുപിടിച്ചത് കൊണ്ട് അതൊക്കെ ഈ പറയുന്ന രൂപത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് ശാസ്ത്രീയമായി അറിയുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത്ര വലിയ അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, 1400 വർഷം മുമ്പ് അങ്ങനെ ഒരു ശാസ്ത്ര ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ കാലഘട്ടത്തിലാണ് സ്വഹാബികൾ അത് വിശ്വസിച്ചത്. അല്ല, അന്ന് ഇന്നത്തെ പോലത്തെ ചില യുക്തി കൊണ്ട് മാത്രമേ ഹദീസുകളെ അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഇത് അംഗീകരിക്കുമായിരുന്നില്ല. കാരണം അന്ന് ശാസ്ത്ര ലോകത്ത് ഇങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇവരെല്ലാം ശാസ്ത്രത്തിനെയാണ് അളവുകോലാക്കി വെക്കുന്നത്. ശാസ്ത്രം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നു പറഞ്ഞിട്ട് അവർ തള്ളിക്കളയും, ഇങ്ങനെയൊന്നുമില്ല. കാരണം പഴയ കാലത്ത് ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഈ രൂപത്തിൽ രണ്ടുപേരുടെയും, പെണ്ണിന്റെയും ദ്രാവകവും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ അവർക്കറിയാത്ത, അവർ കണ്ടുപിടിച്ച് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് എക്കാലഘട്ടത്തിലും അവർ പുലർത്തി പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, നമ്മൾ ആളുകൾ പറയുന്ന ഊഹാപോഹങ്ങളെ ഒന്നും വിശ്വസിക്കുന്നില്ല, അതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമ്മുടെ സാദിഖും മസ്ദൂഖുമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. അദ്ദേഹം അഭിമാനപൂർവ്വം പറഞ്ഞതാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഓരോരുത്തരും, അത് മുഴുവൻ മനുഷ്യരെ കുറിച്ചുമാണ് പറയുന്നത്, മുഅ്മിനീങ്ങളെ കുറിച്ച് മാത്രമല്ല, മുഴുവൻ മനുഷ്യരും യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക ദ്രാവകങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ്. രണ്ടും ഒരുമിച്ച് കൂടി എന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യുജ്മഉ ഖൽഖുഹു, അവന്റെ പടപ്പ് അത് ഒരുമിച്ച് കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്? ഫി ബത്നി ഉമ്മിഹി, തന്റെ ഉമ്മയുടെ ബത്ൻ, വയർ എന്ന് ഉദ്ദേശിക്കുന്നത് റഹിം, ഗർഭപാത്രത്തിലാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിന്റെ ആരംഭം. 40 യൗമൻ നുത്ഫ, ആദ്യത്തെ 40 ദിവസം മറ്റൊന്നുമായി കൂടിച്ചേരാതെ ബീജഗണമായി അത് ഗർഭപാത്രത്തിൽ അവശേഷിക്കുകയാണ്. മറ്റൊന്നുമില്ല, ഇത് ദ്രാവകം മാത്രമാണ്. ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക ദ്രാവകങ്ങൾ മാത്രമായി ആദ്യത്തെ 40 ദിവസം അത് ഗർഭപാത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, പിന്നീട് അത് ആ ദ്രാവകങ്ങൾ രക്തപിണ്ഡമായി മാറുകയാണ്. അത് മിസ്ല ദാലിക് എന്ന് പറഞ്ഞാൽ 40 യൗമൻ, 40 ദിവസം ഇതിങ്ങനെ രക്തപിണ്ഡമായി മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പൂർണ്ണമായ രക്തപിണ്ഡമാകുന്നത് 80 ദിവസമാകുമ്പോഴേക്കും അത് പൂർണ്ണമായ രക്തപിണ്ഡമായി മാറും. സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക്, പിന്നീട് ഇത് മാംസപിണ്ഡമായി മാറുകയാണ്. ഈ രക്തപിണ്ഡം അത് മാംസപിണ്ഡമായി സഹോദരങ്ങളെ പിന്നീട് അത് മാറും. മിസ്ല ദാലിക് എന്ന് പറയുമ്പോൾ പിന്നെയും 40 ദിവസം വരികയാണ്. 80 മുതൽ 81ാമത്തെ ദിവസം മുതൽ 120 ദിവസം വരെയുള്ള സമയത്ത് ഈ രക്തപിണ്ഡം മാംസപിണ്ഡമാകുകയാണ്. ഈ 40 ദിവസത്തിന്റെ ഘട്ടത്തിൽ അതിന് രൂപം നൽകപ്പെടുന്നതായിരിക്കും. അതിന്റെ എല്ലുകളും അതുപോലെ അതിന് ചുറ്റും പൊതിന് ഇങ്ങനെ മാംസങ്ങളും ഒക്കെ ആയി അതിന് സഹോദരങ്ങളെ ഒരു രൂപം നൽകപ്പെടുന്ന സമയമായിരിക്കും ഈ അവസാനത്തെ 40 എന്നുള്ളത്. ഈ കാര്യത്തിൽ പണ്ഡിതന്മാർ ചില ഫിഖ്ഹിയായ ചില നിയമങ്ങൾ അവർ പറയാറുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ചില ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രപരമായ ചില നിയമങ്ങളുണ്ട്. 40 ദിവസത്തിന് മുമ്പ് ഒരു സ്ത്രീക്ക് 40 ദിവസമാകുന്നതിന് മുമ്പ് ഗർഭചിത്രം നടത്താൻ അനുവാദമുണ്ടോ എന്ന മസലയാണ്. 40 ദിവസമാകുന്നതിന് മുമ്പ്, അഥവാ അവർക്ക് പ്രഗ്നന്റ് ആണ് എന്ന പോസിറ്റീവ് റിസൾട്ട് കിട്ടി 40 ദിവസത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് അത് ഗർഭത്തെ ഇല്ലാതാക്കാൻ, ഒഴിവാക്കാൻ അനുവാദമുണ്ടോ എന്നുള്ളതാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അത് കേവലം ഇന്ദ്രിയം മാത്രമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹം ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത് അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ അനുവാദമുള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് ഒരു പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തൊരു പ്രസവം അത് അവർക്ക് സാധിക്കുകയില്ല, ശാരീരികമായ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു കുട്ടി ചെറുതാണ്, അപ്പൊ അടുത്ത കുട്ടി ഉടനെ തന്നെ ഉണ്ടാകുന്നത് അവർക്ക് പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് കഴിക്കുന്ന സ്ത്രീ ആയിരിക്കും. ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മരുന്ന് കഴിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ അവർക്കുണ്ട് എങ്കിൽ, ഇങ്ങനെ ഒരു ആവശ്യം അവർക്ക് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അനുവദനീയമാണ്. ആദ്യത്തെ 40 ദിവസത്തിന്റെ അകത്താണെങ്കിൽ, അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ 40 ദിവസത്തിന്റെ അകത്താണെങ്കിൽ ഇത് ശരിയാവുന്നതാണ്. എന്നാൽ 40 ദിവസം മുതൽ 120 ദിവസം വരെ, 120 ദിവസമാകുമ്പോഴാണ് റൂഹ് ഊതുന്നത് എന്ന് പറയുന്നു. 40 ദിവസം മുതൽ 120 ദിവസം വരെയുടെ ഇടയിലാണ് അറിയുന്നത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു വളരെ ഗൗരവമുള്ള നിർബന്ധിത സാഹചര്യം വരുന്ന ഒരു ആവശ്യത്തിന് മാത്രമേ ഇത് ഒഴിവാക്കാൻ അനുവാദമുള്ളൂ. അപ്പോഴും കാരണം ജീവൻ വന്നിട്ടില്ല, 120 ദിവസത്തിന്റെ ഉള്ളിലാണ്. പക്ഷെ ഇവിടെ വിശ്വസ്തരായ 3 ഡോക്ടർമാർ അവർ ഇങ്ങനെ അഭിപ്രായപ്പെടണം, ഈ കുട്ടി ഉണ്ടായാൽ നിങ്ങൾക്ക് അത്രയും വലിയ പ്രയാസമുണ്ടാകും. ഈ രൂപത്തിൽ അവർ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമാണ് 120 ദിവസത്തിനകത്താണ് എങ്കിൽ സഹോദരങ്ങളെ അത് അനുവദിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതല്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ റൂഹ് ഊതിയതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ അത് കടുത്ത ഹറാമാണ്, വൻ പാപത്തിൽപ്പെടുന്ന കാര്യമാണ്. റൂഹ് ഊതപ്പെട്ടതിന് ശേഷം അത് ഒരാൾ അതിനെ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ അത് വൻ പാപമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഈ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഡോക്ടർമാർ ഒരു ടെസ്റ്റ് എഴുതി തരും. ആ ടെസ്റ്റ് ഏകദേശം കുട്ടിക്ക് റൂഹ് ഊതിയതിനു ശേഷം നടത്തേണ്ട ഒരു സ്കാനിങ് ആണ്. ആ സ്കാനിങ്ങിൽ അവർ പരിശോധിക്കുന്നത് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങളുണ്ടോ, ബുദ്ധിമാന്ദ്യമുണ്ടോ, ഓട്ടിസം പോലെയുള്ള രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ വല്ല മരുന്ന് ഗർഭിണിക്ക് നൽകി അതെന്തെങ്കിലുമൊക്കെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്നല്ലാതെ ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് എങ്കിൽ അതിന് പൈസ ചെലവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് നിഷിദ്ധാണ്. ആ കുട്ടിക്ക് എന്ത് വൈകല്യമുണ്ടെന്ന് അറിഞ്ഞാലും ശരി, ഏത് രൂപത്തിലുള്ള ബുദ്ധി വൈകല്യമുണ്ടാ എന്നറിഞ്ഞാലും ശരി, ഒരാൾ റൂഹ് ഊതിയതിനു ശേഷം അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ജീവനുള്ള ഒരു കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമാണ്. നിഷിദ്ധമായ കാര്യമാണ്, വൻപാപമായ കാര്യമാണ്. അതുകൊണ്ട് അതിന് മാത്രം വഴിവെക്കുന്നതാണ് ഈ ടെസ്റ്റിംഗ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലും ഖലായിലൊന്നും വിശ്വാസമില്ലാത്ത, പരലോക വിശ്വാസമില്ലാത്ത ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണിത്. അവർക്ക് ഇത്തരം ഒരു കുട്ടിയെ ഇതൊരു പരീക്ഷണമായി മനസ്സിലാക്കാൻ,
അവർക്ക് സാധിക്കാത്ത, ഇതിനെ കൊന്നുകളയണം, ഇതുണ്ടായാൽ എനിക്ക് വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്കാനിങ് ആണ്, അതല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടി പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിച്ചു നോക്കാം, ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞാൽ വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ, വല്ല മരുന്നുകളൊക്കെ നൽകിയാൽ അത് ശരിയാകുമോ പ്രസവിക്കുന്നതിന് മുമ്പ്, അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ അത് ചെയ്യാമെന്നല്ലാതെ അതിന് നമ്മൾ മെനക്കേടേണ്ടതില്ല എന്നാണ് പറയുവാനുള്ളത്. പിന്നീട് പറയുന്നു, ഇനി അതുപോലെ സഹോദരങ്ങളെ, ഇവിടെ മറ്റൊരു മസലയും കൂടി പണ്ഡിതന്മാർ പറയുന്നു. 80 ദിവസത്തിന് ശേഷം സ്വാഭാവികമായി വല്ല ഗർഭം അലസി പോകുകയാണ് എങ്കിൽ, 80 ദിവസത്തിന് ശേഷമാണ് എങ്കിൽ, പിന്നീട് അതിനുശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രക്തം അത് നിഫാസ് ആയിട്ടാണ് പരിഗണിക്കുക, പ്രസവ രക്തമായിട്ടാണ് പരിഗണിക്കുക. അതിൻ്റെതായ അഹ്കാമുകളുണ്ട്. അവർക്ക് നോമ്പെടുക്കാൻ അനുവാദമില്ല, നിസ്കരിക്കൽ അനുവാദമില്ല പോലെയുള്ള നിഫാസിന്റെ അഹ്കാമായിരിക്കും, അഥവാ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ അഹ്കാമായിരിക്കും ഉണ്ടാകുക. അത് 80 ദിവസത്തിന് ശേഷം അലസിപ്പോകുന്ന സ്ത്രീകൾക്കാണ്. എന്നാൽ അതിന് താഴെ വരുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. അത് അമിതമായ രക്തസ്രാവമായി പരിഗണിച്ച് അവർക്ക് നിസ്കാരവും നോമ്പും ഒക്കെ അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ഇത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് ഹദീസിൽ പറയുന്നു, സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു ഫയൻഫുഖു ഫീഹി റൂഹ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭപാത്രത്തിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. ആ മലക്കിന് കൊടുക്കുന്ന ദൗത്യം ഫയൻഫുഖു ഫീഹി റൂഹ്, റൂഹ് ഊതുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരംഭം മുതൽ അതിനുവേണ്ടി ഒരു മലക്കിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. അള്ളാഹു എത്ര കാരുണ്യത്തോടു കൂടിയാണ്, എത്ര വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്, എത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോ മനുഷ്യ സൃഷ്ടിപ്പിനെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അത് പാഴാക്കി കളയേണ്ടതല്ല. അള്ളാഹു ഓരോ മനുഷ്യനെയും പടക്കുന്നതിന് പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട്, വെറുതെ വ്യഥാ പടച്ചതല്ല. ജീവിതത്തിന് വലിയ ഉന്നതമായ ലക്ഷ്യമുണ്ട്. ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. ആ മലക്കാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുമതിയാൽ റൂഹിനെ ഊതുന്നത്. റൂഹിനെ ഊതുന്നത് ഇതിന്റെ രൂപമോ ഇതെങ്ങനെയാണോ നമുക്ക് ഗൈബിയായ കാര്യമാണ്. ഇതിൽ അമിതമായ ചോദ്യങ്ങൾ അനുവദനീയമല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന ഈ കാര്യം അപ്രകാരം വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ ബാധ്യതയുമാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി റൂഹ് ഊതുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഇത് 120 ദിവസത്തിലാണോ അതല്ല അതിനു മുമ്പ് നടക്കുമോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ചില ഹദീസുകളിൽ ഇതിനു മുമ്പേ തന്നെ റൂഹ് ഊതും എന്ന് പറയുന്ന റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറയാണ്, ചില ഹദീസുകളിൽ അത് 42 ദിവസത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ അദ്ദേഹം പറയാണ്, ചില ഡോക്ടർമാരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ 2 രൂപത്തിലുള്ള റൂഹ് ഊത്തുണ്ട് എന്നാണ് പറയുന്നത്. ചെറിയൊരു നിലക്കുള്ള ഒരു റൂഹ് ഊത്ത് 40 ദിവസം കഴിയുമ്പോൾ ഉണ്ട് എന്നൊരു അഭിപ്രായം സഹോദരങ്ങളെ ഉണ്ട്. അതുപോലെ ഈ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് 2 നിലക്കുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്ന് 40-42 ദിവസത്തിൽ എഴുതുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. എന്നാൽ 2 എഴുത്തും അതുപോലെ റൂഹ് ഊത്ത് 2ഉം ഉണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. വയുഅ്മറു ബിഅർബഇ കലിമാത്ത്. പിന്നീട് 4 കാര്യങ്ങൾ സഹോദരങ്ങളെ കൽപ്പിക്കപ്പെടുകയാണ്. ബികത്ബി റിസ്ഖിഹി. ഒന്നാമത് പറയുന്നത് ഉപജീവനം എഴുതാൻ പറയാണ്. ഈ കുട്ടി ഇത് എത്ര ഉപജീവനം ഉണ്ടാക്കും? വലിയ ധനികനായി തീരുമോ അതല്ല പരമദരിദ്രനായി തീരുമോ? അതുപോലെ എന്തൊക്കെ ഉപജീവനം ഇവന് ഉണ്ടാകും? ഇതെല്ലാം സഹോദരങ്ങളെ അത് രേഖപ്പെടുത്തും. ഇവൻ ഹലാലായിരിക്കോ സമ്പാദിക്കുക, ഹറാമായിരിക്കോ സമ്പാദിക്കുക, അല്ല ഹലാലും ഹറാമും ഒക്കെ കൂടിക്കലർന്ന രൂപത്തിലാണോ ഇവനെ സമ്പാദിക്കുക? എല്ലാ കാര്യം സഹോദരങ്ങളെ ഇത് എഴുതപ്പെടുമെന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നേരത്തെ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് അറിയില്ല. അതുകൊണ്ട് ഖൈറിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഖൈറിന് വേണ്ടി പരിശ്രമിക്കുക. വീട്ടിലിരുന്നിട്ട് ഉപജീവനം വരും എന്ന് പറയുന്നത് അത് തവക്കുലല്ല, മറിച്ച് സബബുകൾ നമ്മൾ ചെയ്യണം, കാരണങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ ഈ ഖദറിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന വലിയ ആശ്വാസം എന്താണ്? നമ്മൾ കുറേ പരിശ്രമിച്ച്, കുറേ കച്ചവടം ചെയ്ത്, കുറേ ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് ആശ്വസിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ എനിക്ക് ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഇങ്ങനെ കിട്ടണ്ട എന്നായിരിക്കും റബ്ബ് എഴുതിയത്. അല്ലെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത് ആശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവന് ഇത്ര കിട്ടിയാൽ മതി, നമുക്ക് വലിയ ആശയങ്ങൾ ഉണ്ടാകും, വലിയ വലിയ നിലയിൽ എത്തണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതിനുവേണ്ട പരിശ്രമങ്ങളൊക്കെ നമ്മൾ എടുക്കും, നമുക്ക് കിട്ടുന്നില്ല. അള്ളാഹു അങ്ങനെയാണ് എനിക്ക് എഴുതിയത്, എനിക്ക് 30 വയസ്സ് വരെ ഇത്രേ കിട്ടാവൂ എന്ന് റബ്ബിന്റെ കണക്കിൽ കൃത്യമായിട്ടുണ്ട്, അത്രേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഹലാലിന്റെ അപ്പുറത്തേക്ക് ഹറാമിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതേ നിനക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചത് നിനക്കത് കിട്ടുകയുള്ളൂ. ആ ഹറാമിന്റെ കുറ്റം അവിടെ ബാക്കി നിൽക്കും എന്ന് മാത്രം. ഹറാമിന്റെ കുറ്റം അവിടെ ബാക്കി നിൽക്കും എന്ന് മാത്രം. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പണ്ഡിതൻ ഈ അടുത്ത് മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ടാക്സി പിടിച്ചു പോകുന്ന സമയത്ത് വളരെ രാത്രിയാണ്, വളരെ പാതിര അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം അവിടെ എത്തുക. അപ്പൊ അദ്ദേഹത്തിന്റെ ടാക്സിയുടെ റേറ്റ് ഒക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 1500 അങ്ങനെ എന്തോ ആണ്, വേറെ രാജ്യത്താണ്.
അപ്പൊ അദ്ദേഹം ഓൾറെഡി വിചാരിച്ചതാണ് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യുക, 2000 കൊടുക്കുക, കാരണം വളരെ രാത്രിയാണ്, പാവം എന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചു. ഈ വ്യക്തി അവിടെ എത്തുന്ന സമയത്ത് ഇദ്ദേഹം 2000 കൊടുത്ത സമയത്ത് തന്നെ ഇയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ചില്ലറ ഇല്ല. എന്നാൽ ഈ പണ്ഡിതൻ വളരെ കൃത്യമായി നേരത്തെ കണ്ടിട്ടുണ്ട്, ഇയാളുടെ അടുത്ത് ബാക്കി തരാൻ മാത്രമുള്ള ചില്ലറൊക്കെ ഉണ്ടായിട്ടുണ്ട്. 500 അതിൽ കൂടുതലൊക്കെ ഇയാളുടെ അടുത്ത് ചില്ലറുണ്ട്. ഇയാൾ നേരത്തെ കണ്ടതാണ്, അതുകൊണ്ടാണ് അയാൾ പറയുന്നത്. ഇയാൾ ഓൾറെഡി തീരുമാനിച്ചിട്ട് ഞാൻ 2000 തന്നെ കൊടുക്കാന്നാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ആ സമയത്ത് ചില്ലറ ഇല്ല എന്ന് പറഞ്ഞത് മുഴുവനായിട്ട് കൈക്കലാക്കാം എന്ന ലക്ഷ്യം, കാരണം വേറെ കടയിൽ പോയി മാറാനൊന്നും കയ്യിൽ, ഇയാൾ ഏതോ നാട്ടുകാരനാണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 2000 കൊടുത്തേ പോവുള്ളൂ, വേറെ വഴിയില്ല. അത് അറിഞ്ഞ വ്യക്തി എന്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് വേറെ ചില്ലറ ഇല്ല എന്ന് കളവ് പറഞ്ഞു. ഈ പണ്ഡിതന് അയാൾക്കാർ 2000 കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവന് 2000 എഴുതിയിട്ടുണ്ട്. ഇവ നേർക്ക് നേരെ സത്യം പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് 2000 കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ കിട്ടിയ 500 അത് ഹറാമിന്റെ മാർഗത്തിലായി. ഇപ്പൊ ഹറാമിന് പണിയെടുക്കുന്ന ആളുകളൊക്കെ അവർ വിചാരിക്കേണ്ടതില്ല, ഞാൻ അങ്ങനെ പലിശക്കെടുത്ത് ലോണിലെടുത്ത് അങ്ങനെ ചെയ്ത് എനിക്ക് കുറെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഈ അള്ളാഹു കണക്കാക്കിയത് നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഹറാമ് ചെയ്ത കുറ്റം അവിടെ ബാക്കി ഉണ്ടാകുന്നു മാത്രം. അത് ഹലാലിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കിട്ടുകയില്ല എത്ര പരിശ്രമിച്ചാൽ. നീ ഹറാം ചെയ്ത് അതിന്റെ കുറ്റം വാങ്ങുക എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു അരിമണി ഒരാൾക്ക് തിന്നാൻ സാധിക്കുകയില്ല. പിന്നീട് പറയുന്നു അജലിഹി, അവന്റെ ആയുസ്, അവൻ ചെറിയ പ്രായത്തിൽ അല്ലെ. ചില ആളുകൾ ചിലപ്പോൾ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മരിക്കും. ചില ആൾ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ കൊണ്ട് മരിക്കും, ഒരു വർഷത്തിനിടയിൽ മരിക്കും, 10 വയസ്സിന് മുന്നിൽ മരിക്കും. ഓരോ ആയുസാണ്, അതൊക്കെ വളരെ കൃത്യമായി എഴുതും. അമലിഹി, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതല്ല ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കുമോ എല്ലാം രേഖപ്പെടുത്തും. ഷഖീൻ സഈദ്, അവൻ ഷഖീ ആയിരിക്കുമോ, ദൗർഭാഗ്യവാനായിരിക്കുമോ, ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. നരകത്തിൽ പ്രവേശിക്കുന്നവൻ അതിന്റെ താഴെ വരുന്നവനാണ്. അതല്ല സഈദാണോ, സൗഭാഗ്യവാനാണോ, സ്വർഗത്തിൽ ആദ്യം തന്നെ പ്രവേശിക്കുന്നവനാണോ എന്നുള്ളത് സഹോദരങ്ങളെ അത് വളരെ കൃത്യമായി അതിലെഴുതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചില ഹദീസുകളുമായി ബന്ധപ്പെട്ട് ഇതിനെ ജമഅ ചെയ്യേണ്ടതുണ്ട്. ചില ഹദീസുകൾ നമ്മൾ കാണാറുണ്ട്, കുടുംബബന്ധം ചേർക്കുന്നവന് ആയുസ്സിൽ വർധനവുണ്ടാവും, അതുപോലെ തന്നെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും എന്നൊക്കെ ഹദീസുണ്ട്. കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ എല്ലാം കൂട്ടി എഴുതിയതാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് കുടുംബബന്ധം ചേർക്കുമ്പോൾ ആയുസ്സിൽ വിശാലതയും അതുപോലെ തന്നെ ഉപജീവനത്തിൽ വിശാലതയൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആയുസ്സിൽ വർധനവും ഉപജീവനത്തിൽ വിശാലതയും പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പ്രധാനപ്പെട്ട 2 അഭിപ്രായം, ആയുസ്സിലെ ബറക്കത്തുണ്ടാകുമെന്നുള്ളതാണ്. അഥവാ കുടുംബ ബന്ധമൊക്കെ പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്നത് ചിലപ്പോൾ 60 വർഷമാണെങ്കിലും ഒരുപാട് വർഷം ജീവിക്കുന്ന ആൾക്കുള്ള പണിയൊക്കെ ഇവൻ എടുക്കാൻ പറ്റും. അള്ളാഹു തആല ബറക്കത്ത് കൊടുക്കും അവന്റെ ജീവിതം കൊണ്ട്. ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഒരുപാട് നന്മകൾ മുന്നേറാനൊക്കെ ഈ 60 വർഷം അവൻ മതിയാകുന്നതാണ്. അവന്റെ സമ്പത്തിന്റെ കാര്യം അങ്ങനെ തന്നെ. വേറൊരാൾക്ക് 1 ലക്ഷം കൊണ്ട് കിട്ടേണ്ടത് ഇവൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഒരു 10,000-ന് 20,000-ന് കൊടുക്കും. അള്ളാഹു ബറക്കത്ത് കൊടുക്കും, ചെലവുകൾ കുറച്ചു കൊടുക്കും. അള്ളാഹു തആല കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കും. അതാണ് ഒരു അഭിപ്രായം. വേറെ ചിലർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെയാണ്. അഥവാ ആരാണോ കുടുംബബന്ധം ചേർക്കുക അവൻ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹു നേരത്തെ എഴുതിയതാണ്. അത് ഈ വ്യക്തി ഇവൻ കുടുംബബന്ധമൊക്കെ ചേർക്കും, അള്ളാഹ്ക്ക് നേരത്തെ അറിയാം കുടുംബബന്ധം ചേർക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഇവന്റെ ആയുസ് ഇത്ര ഉള്ളത്, ഇത്ര കൂടിയിരിക്കുന്നു, അത് ആദ്യമേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ അള്ളാഹു നല്ലത് നമുക്ക് എഴുതണം എന്ന് ആഗ്രഹിക്കണം. നമ്മൾ നല്ലത് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ല അള്ളാഹു എന്താ എഴുതിയത് എന്നുള്ളത്. പ്രോത്സാഹനമാണ് കുടുംബബന്ധം ചേർക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എങ്കിൽ ഉറപ്പാണ് അള്ളാഹു തആല അങ്ങനെ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നന്മകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്മകൾ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതിയത്. നമ്മൾ തിന്മകളാണ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ അത് തിന്മകളായിരിക്കും നിനക്ക് എഴുതിയിട്ടുണ്ടാവുക. എഴുത്ത് നേരത്തെ നടന്നു, അള്ളാഹുവിനെല്ലാം നേരത്തെ അറിയാം. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പിന്നീട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനത്തിലേക്ക് പറയാൻ. ആ പറയുന്നതിന് മുമ്പ് പറയുന്നു, ഫവല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഗൈറു, അള്ളാഹുവാണ് സത്യം, അല്ലദീ ലാ ഇലാഹ ഗൈറു, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ സത്യം ചെയ്ത് പറയുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സത്യം നമ്മൾ പറയുന്നത് ആളുകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വല്ലാഹ് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് അത് അനുവദനീയമായ കാര്യമാണ്. അത് അനുവദനീയമായ കാര്യമാണ് എന്ന് സഹോദരങ്ങളെ അത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, തീർച്ചയായും നിങ്ങളിൽ ചിലർ അവരെന്ത് ചെയ്യാണ്? സ്വർഗ്ഗക്കാരന്റെ പണിയെടുക്കുകയാണ്. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ, ജീവിതത്തിന്റെ 3/4 ഭാഗം അല്ലെങ്കിൽ
വളരെയധികം വലിയൊരു ശതമാനം അവൻ സ്വർഗക്കാരന്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പെട്ടെന്ന് തലതിരികയാണ്. മതപരിത്യാഗം വരെ സംഭവിച്ച് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നരകക്കാരന്റെ പണി എടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ, പിന്നീട് നരകത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് അങ്ങനെ സംഭവിച്ചത്? സ്വർഗക്കാരന്റെ പാതയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്താണ് പെട്ടെന്ന് അങ്ങനെ തെറ്റിപ്പോയത്? നമ്മൾ വളരെയധികം പേടിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയിൽ എന്നാണ് വന്നിട്ടുള്ളത്. അത് ജനങ്ങൾ നോക്കുന്ന സമയത്ത് അങ്ങനെ. പക്ഷെ ഇവൻ പണ്ടേ മിസ്റ്റേക്കാണ്, ഇവൻ പണ്ടേ പ്രശ്നക്കാരനാണ്. ആളുകൾക്ക് അറിയാനിട്ടാണ്, ആളുകൾ തിരിച്ചറിയാനിട്ടാണ്. ഇവർ പണ്ടേ ബാഹ്യമായി നിഫാഖ് കാണിച്ചതാണ് പല കാര്യങ്ങളും. ഇവന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇവൻ ആളില്ലാത്ത സമയത്തൊന്നും മര്യാദയ്ക്ക് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഇവൻ തന്നെ ഇവന്റെ തെറ്റായ പാത നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ അവസാനം അത് വെളിവാകുകയും ചെയ്തു. അവസാനം ഇവൻ ദീനിൽ നിന്ന് പുറത്താകുന്ന സമയത്താണ് ആളുകൾക്ക് ഇത് വെളിവായത്, നേരത്തെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നുള്ളത്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇത് നേർക്ക് നേരെ ഉണ്ടായ ഒരു വ്യക്തി തന്നെ അവന്റെ അവസാനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ തെറ്റിച്ച് കളയാൻ പിശാച് നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്ന സമയം വരെയും കാത്തു നിൽക്കുന്നുണ്ട്. അവസാനമെങ്കിലും നമ്മളെ കാഫിറാക്കണം എന്നുള്ള ഒരു പണിയിലാണ് പിശാച് ഉണ്ടാകുക. അത് നമ്മൾ വളരെയധികം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അവസാനം ഇങ്ങനെ ആകുന്ന ആളുകളുണ്ട്, അക്കൂട്ടരെ നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ അവസാനം വരെയും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതല്ലോ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും പ്രവർത്തനങ്ങൾ അവസാനത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം നല്ല ഉഷാറാണ്, ഞാൻ ഇപ്പം നല്ല ആളാണ് എന്നിൽ ആരും വ്യാമോഹിക്കുകയോ ആരും അതിൽ വഞ്ചിതരാകുകയോ ചെയ്യേണ്ടതില്ല. അവസാനം കൊണ്ട് നന്നായിട്ടേ കാര്യമുള്ളൂ. ഞാൻ ഇപ്പം നന്നായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അവസാനത്തിൽ നന്നായിരിക്കും എന്നാരും എന്ത് ചെയ്യേണ്ടതില്ല, സ്വയം ആശ്വസിക്കേണ്ടതില്ല. അവസാനം വരെ പണിയെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. അപ്പൊ ഇതേപോലുള്ള സമാനമായ ഹദീസുകൾ കേൾക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോട് അനീതി കാണിക്കില്ല. ഒരാൾ നല്ല മനുഷ്യനെ, നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായിട്ട് അങ്ങനെ ജീവിച്ചു, അവസാനം അയാൾ പെട്ടെന്ന് അങ്ങ് തെറ്റിപ്പോവുക ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ഒരു അനീതി, ഒരു അണുമണി തൂക്കം അള്ളാഹു ചെയ്യുകയില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, നിങ്ങളുടെ റബ്ബ് ഒരിക്കലും അടിമകളോട് അക്രമം ചെയ്യുന്നവനല്ല. ഒരു തരിയ അക്രമം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. ഇത് ഇവൻ തന്നെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും. ജീവിതത്തിൽ നല്ല അവസരങ്ങളൊക്കെ കിട്ടി, നല്ല മനുഷ്യനായി ജീവിക്കാൻ കിട്ടി, ഇവൻ തന്നെ ഇവന്റെ തെറ്റായ വഴി തെരഞ്ഞെടുക്കുകയാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ, നല്ല മനുഷ്യന്മാരെയൊക്കെ ഒരിക്കലുമില്ല. തിരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുക. അള്ളാഹുവിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങൾ ഒരാൾ പാലിച്ചാൽ അള്ളാഹു തആല എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുക. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തിന്മകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരം സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പ്രത്യേകമായി സംരക്ഷിക്കുകയാണ് ചെയ്യുക. നിന്നെ ഇഖ്ലാസോട് കൂടിയാണ് നിന്റെ ജീവിതഘട്ടത്തിൽ നീ ചെയ്തിട്ടുണ്ട് എങ്കിൽ, യുവത്വത്തിൽ അള്ളാഹുവിനെ ഇഖ്ലാസോട് കൂടി ജീവിച്ചവനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുക, അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുക. അത് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരാളോടും ഒരു അനീതി ചെയ്യുന്നവനല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ നന്മകൾ എത്ര വർദ്ധിച്ചാലും ഒരു മുഅ്മിൻ അതിൽ വഞ്ചിതനാകാൻ പാടില്ല. കാരണം അന്ത്യം നന്നാകുന്നതിലാണ് കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്ര നല്ല നിലയിലുള്ള ആളുകളാണ് എങ്കിലും ഇനി തിന്മകൾ ചെയ്ത് അവസാനം നന്നാകാം എന്നാരും വിചാരിക്കാൻ പാടില്ല. ചിലപ്പോ നമ്മൾ ആ തിന്മകൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അവസാനമായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് വേറൊരാളാണ്, അവൻ നരകക്കാരുടെ പണിയാണ് എടുക്കുന്നത്, പക്ഷെ അവസാനം അവൻ എന്ത് ചെയ്യാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതും ചില റിവായത്തിൽ വന്നു, ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾ നോക്കുമ്പോൾ നരകക്കാരുടെ പണിയാണ്, പക്ഷെ നല്ല മനുഷ്യനായിരുന്നു. അവസാനത്തിന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഇനി തിരിച്ചുമാകാം, അതല്ലാത്ത നിലക്കും പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്ര അനുഭവങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വരെ നിന്ന ആളുകൾ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ ആലോചിച്ച് നോക്കൂ. അവരിൽ പലരും ജീവിതത്തിന്റെ അത്രയും വർഷങ്ങൾ ജാഹിലിയത്തിലും ഏറ്റവും വലിയ കുഫ്റിലും ഏറ്റവും വലിയ മോശത്തരത്തിലുമാണ് ഉണ്ടായിരുന്നത്. അത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം സ്വർഗത്തിലേക്ക് എത്തേണ്ട അവസരം കൊടുത്തു. അവരെയാണ് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളെ നമ്മൾ തർലിയത്ത് ചെയ്യുന്നത്. അല്ലാഹു തആല അവർക്ക് സ്വർഗമുണ്ടെന്ന് ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്തു. അവസാനത്തിലേക്ക് അവർ മാറുകയാണ്. അതുപോലെ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് എത്ര ആളുകളെ കാണാൻ സാധിക്കും. ഒരാൾ പറഞ്ഞൊരു വ്യക്തിയാണ്, ബംഗാളിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു ബ്രാഹ്മണനായ വ്യക്തിയാണ്. അയാൾ കോഴിക്കോട് വന്നിട്ട് മറ്റൊരാളുടെ അച്ഛനാണ്. അയാൾ മകൻ നേരത്തെ മുസ്ലിം ആയതാണ്, പക്ഷെ വാപ്പ എത്ര കാലമായിട്ടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ബ്രാഹ്മൺ സിംഗാറെ വലിയ അവരുടെ കൂട്ടത്തിൽ തന്നെ വലിയ
ആളുകളാണ്, വലിയ ഉന്നത സ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർ പെട്ടെന്നൊന്നും അങ്ങനെ മതം മാറൽ വളരെ പ്രയാസമാണ്. ഇയാളോട് എത്ര പറഞ്ഞാലും ഇയാളത് മാറുകയില്ല. കാരണം ഇയാളുടെ മതത്തിന് ഒരു താഴേക്ക് പദവിയിൽ ഇവർ പോവുകയില്ല. പിന്നെയാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷേ മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അഥവാ ഇസ്ലാം സ്വീകരിച്ചതിന് പിറ്റേ ദിവസമാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അയാൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ എവിടെ മറമാടണം എന്നുള്ള വിഷയത്തിലേക്ക് വലിയ പൊല്ലാപ്പുണ്ടായിട്ടുണ്ട്. കാരണം ഇയാൾ മുസ്ലിം ആയി എന്നുള്ള വലിയ രേഖ ഇല്ല. കാരണം ആളുകൾ ഇയാൾ ഇന്നലെ വരെ ഇതാണല്ലോ, എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് മുസ്ലിം ഇന്നലെ രാത്രി ആയിട്ടുണ്ട്, നമുക്കേ അറിയുള്ളൂ. അപ്പൊ അത്രയും മകൻ പണിപ്പെട്ടിട്ടാണ് അയാളുടെ ഖബർ ശരിയാക്കിയത് എന്നാണ് പറയുന്നത്. ഒരു ദിവസം അയാൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയും കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയും ചിലപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നാളെ ഇസ്ലാമിലേക്ക് വന്നേക്കാം. അങ്ങനെയാണ് ചരിത്രമുള്ളത്. അത് ഈ ഹദീസിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഒരാൾ ജീവിതത്തിന്റെ അവസാനം വരെയും തിന്മകൾ ചെയ്ത് നരകക്കാരന്റെ പണിയെടുത്ത് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അയാളെ സ്വർഗ്ഗക്കാരന്റെ പണിയിലേക്ക് എത്തിക്കും. ഇവരെയും നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ അത്ര നന്മയുള്ളത് കൊണ്ടാണ് അവൻ ഹിദായത്ത് കൊടുത്തത്. അവന്റെ ഹൃദയത്തിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം എന്ത് ചെയ്തിട്ടുള്ളത്, അവൻ ഹിദായത്ത് നൽകിയിട്ടുള്ളത്. ഇനി ആരെങ്കിലും അള്ളാഹു തആല ഹിദായത്ത് നൽകാതെ അവർ ആ നിലക്ക് തന്നെ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമായി പിന്നീട് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, ഇന്നീ കാണുന്നത് പോലെ പല നിരീശ്വരവാദികളായി തലതിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവൻ അതിന് യോഗ്യതയില്ല എന്നാണ്. അവൻ ഇസ്ലാമിനുള്ള യോഗ്യത ഇല്ല, അവന്റെ കൽബിന് അതിന് യോഗ്യത വേണ്ടേ, പിന്നെ അങ്ങനെ ഇസ്ലാമിൽ നിലനിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ജബ്ബാറായും ഹുസൈനായും ഒക്കെ മാറൽ നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് യോഗ്യത കൊടുത്തിട്ടില്ല എങ്കിൽ ആ നിലക്ക് തന്നെ അവൻ മരിച്ചു പോകാൻ, ഇങ്ങനെ ഒരുപാട് ആളുകളെ പഴപ്പിച്ച് സ്വന്തം പഴിച്ച് മരിച്ചു പോകാൻ അവനായിരിക്കും. ഈ പറയുന്ന തിന്മകളെല്ലാം പേറാൻ മാത്രം അവൻ ഷഖിയാണ്, ദൗർഭാഗ്യവാനാണ്. അതെല്ലാം പേറിയിട്ട് അവൻ മരിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, വഞ്ചിതരാകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അവന്റെ കൃത്യമായ നീതിയോടുകൂടി മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയുള്ളൂ എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.